നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്ത് തുടർഭരണം. ഇത് വെറുതെ പറയുന്നതല്ല. കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണ്. കേരളത്തിൽ ഏകദേശം 71 മുതൽ 75 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് ഇടതുപക്ഷം കേരളത്തിൽ വീണ്ടും ഭരണം ഉറപ്പിക്കുന്നു. തുടർഭരണമായി. അപ്പോൾ ഇത്രയും കാലം മഞ്ഞുകൊണ്ടതും വെള്ളം കോരിക്കൊണ്ടിരുന്നതും തമ്മിലടിച്ചതും ചീത്ത വിളിച്ചതും തുണിപൊക്കി കാണിച്ചതും എല്ലാം വെറുതെയായി എൻ്റെ UDF-കാരെ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് LDF വീണ്ടും തുടർഭരണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു. UDF-ന് ഒന്നും എടുത്തുയർത്തി കാണിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അതായത് 2016 വരെയുള്ള ഒരു ഭരണകാലഘട്ടം, 2011 മുതൽ 16 വരെയുള്ള ഒരു ഭരണകാലഘട്ടത്തിൽ UDF-നെ സംബന്ധിച്ച് ഒന്നും എടുത്ത് ഞങ്ങൾ ഇന്നത് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതി ഇതാ കിടക്കുന്നു, ഇതാണ് അതിൻ്റെ ഗുണഫലം ഇന്നും ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റിയ ഒരു പദ്ധതി പോലും ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF കേരളത്തിന് കൊടുത്ത് വെറും വാഗ്ദാനം മാത്രമാണ്. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. പക്ഷേ ഇപ്പോഴും നമുക്ക് വ്യക്തമാകാത്തൊരു കാര്യം, ഈ പദ്ധതി എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കും, ഏത് രീതിയിലാണ് ഇതിൻ്റെ പ്രീമിയം അടയ്ക്കുക, ആരാണ് പ്രീമിയം അടയ്ക്കുക, ഇത് ഏതെല്ലാം ഹോസ്പിറ്റലുകൾ ഇതിൻ്റെ ചികിത്സയുണ്ടാവും, സ്വകാര്യ ആശുപത്രിയുമായി സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ അവിടെയുണ്ട്. അപ്പം ഇത് ആർക്കാണ് ഇതിൻ്റെ ഗുണഫലം യഥാർത്ഥത്തിൽ രോഗികൾക്കാണോ വൻകിട കോർപ്പറേറ്റുകൾക്കാണോ ലഭിക്കുക തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്താണ് 25 ലക്ഷം രൂപ ഈ വൈദ്യസഹായം എന്നുള്ള പേരിൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര സൗജന്യമാക്കുന്ന KSRTC-യിൽ സൗജന്യമാക്കുന്നു. നമ്മളപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട എത്ര കോടി രൂപയാണ്, അത് സംസ്ഥാന സർക്കാരിന് എത്ര കോടി രൂപ അധിക ചെലവായി വരും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ ആരും മിണ്ടിയിട്ടില്ല. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ച 5 കാര്യങ്ങളും മറ്റു പലയിടങ്ങളിലും ഇതേ രാഹുൽ ഗാന്ധി തന്നെ അവതരിപ്പിച്ച് പരാജയപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടകയിലും തെലങ്കാനയിലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അവിടെ RTCക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പൊള്ളയായ വാഗ്ദാനം മാത്രം നൽകുന്ന ഒരു സംവിധാനമായി കോൺഗ്രസ് അധപ്പതിച്ചു എന്നുള്ള, അല്ലെങ്കിൽ UDF അധപ്പതിച്ചു. ഇത് കൂടാതെ VD സതീശൻ പറഞ്ഞ പല കാര്യങ്ങളും, VD സതീശൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ശുദ്ധ അസംബന്ധങ്ങളായിരുന്നുവെന്നും ഇവിടെ കേരളത്തിൽ ഒരു കാലത്തും നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ ഈ പറയുന്ന പോലെ സർക്കുലർ ഇക്കണോമി എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ഏറ്റവും വലിയ ബ്ലണ്ടർ വരെ VD സതീശൻ ഒരു എളുപ്പമില്ലാതെ ചില മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിലും നമുക്കൊരു വ്യക്തതയില്ലാത്ത സാഹചര്യമുണ്ട്. അപ്പം ഒട്ടും വ്യക്തതയില്ലാത്ത ചില വികസന പദ്ധതികൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു UDF ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും ജനോപകാരപ്രദമായ പദ്ധതികളെക്കുറിച്ചും കേരളത്തിൻ്റെ വികസന മാതൃകകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ തുടരുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് അവരാവശ്യപ്പെട്ടത്. നമുക്കറിയാം 600 രൂപ പെൻഷനാക്കി ഉയർത്തിയെങ്കിൽ തന്നെയും, 500 രൂപയായിരുന്ന പെൻഷനിൽ 100 രൂപ കൂട്ടിയിട്ട് 600 ആക്കി ഉയർത്തിയെങ്കിൽ തന്നെയും 18 മാസത്തോളം അത് കുടിശ്ശിക വരുത്തിയ ഒരു സർക്കാരായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് നമുക്കറിയാം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഇരുന്ന് ഭരിക്കാൻ പോലും അനുവദിക്കാത്ത ഘടകകക്ഷികളും കോൺഗ്രസ്സുകാരുമായിരുന്നു ഒപ്പമുണ്ടായിരുന്ന മന്ത്രിമാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയെ ഭരിക്കാൻ അനുവദിക്കാതിരുന്ന് ഉമ്മൻചാണ്ടിയെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലേക്കാക്കിയത് LDF ആണ് എന്ന തരത്തിൽ വ്യാപകമായ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാനും കഴിഞ്ഞ ഒരു പാർട്ടി കോൺഗ്രസുമാണ്, മുന്നണി UDF-ഉമാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നടന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കാണിക്കുന്ന ഒരു സംവിധാനമായി ഇവിടെ ഇടതുപക്ഷ സർക്കാർ നിൽക്കുമ്പോൾ തീർച്ചയായും ജനങ്ങൾ അവർക്കൊപ്പമല്ലേ നിൽക്കുക, സ്വാഭാവികമല്ലേ? അതുകൊണ്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു തുടർഭരണം കൂടി ഇവിടെ വരുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു തുടർഭരണം ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഒരു വലിയ സുവർണ നേട്ടത്തിലേക്കും ഒരു ചെറിയ ചരിത്ര നേട്ടത്തിലേക്കുമാണ് നടന്നു കയറുന്നത്. ഇതുകൊണ്ട് ഉണ്ടാകാവുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കാം. അതായത് ഇനിയിപ്പോൾ നേരെ തിരിച്ച് സംഭവിക്കട്ടെ എന്ന് കരുതുക. അതായത് ഇപ്പോൾ നമ്മൾ UDF പരാജയപ്പെട്ടാൽ UDF-ന്റെ അവസ്ഥ എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? UDF എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരുപക്ഷെ ഇല്ലാതായി പോകാനോ പിരിച്ചുവിടപ്പെടാനോ ഉള്ള സാധ്യതയായിരിക്കും ഇത്തവണ UDF പരാജയപ്പെട്ടാൽ കേരളത്തിൽ സംഭവിക്കുക. അതായത് ഘടകകക്ഷികൾ എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? ഇപ്പം നമുക്കറിയാം PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് J,
അവിടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അധികാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെന്നേ. ഒരിക്കലും എനിക്ക് തോന്നുന്നു VSന്റെ മന്ത്രിസഭയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഏറ്റവും അവസാനമായി PJ ജോസഫ് അംഗമായിരുന്നത്. അതിനുശേഷം ഇന്ന് വരെ അങ്ങനെയൊരു പിന്നെ ഇതായിട്ട് വന്നിട്ടേയില്ല. പിന്നെ അതായത് ഇടതുപക്ഷത്തിൽ ഇരിക്കുന്ന സമയത്ത് UDF 2016 ശേഷം 10 വർഷമായിട്ട് 2016 UDF സർക്കാർ അധികാരത്തിൽ ഇറങ്ങുന്ന സമയത്ത് PJ ജോസഫ് അന്ന് അംഗമായിരുന്നു, മന്ത്രിസഭാ അംഗമായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ അദ്ദേഹത്തിന് അതിനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് സാധിച്ചിട്ടില്ല. 10 വർഷമായി അധികാരത്തിൻ്റെ ശ്രേണികളിൽ എങ്ങും ഇല്ലാതിരിക്കുന്ന ഒരു പാർട്ടി ഏറ്റവും ഒടുവിൽ ഇത്തവണ ജോസഫിന് മത്സരിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ PJ ജോസഫിൻ്റെ ഗ്രൂപ്പിന് ഇനിയും ഒരു മുന്നേറ്റം ഉണ്ടാവുക അസാധ്യമാണ്. അതോടുകൂടി ആ ഒരു ഘടകകക്ഷി തന്നെ ഇല്ലാതെയാകുന്ന സാഹചര്യത്തിലേക്ക് പോകും. അത് പലരും ഇനിയിപ്പം മിക്കവാറും മാണി ഗ്രൂപ്പിലേക്ക് ലയിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. കുറച്ചുപേർ മാണി ഗ്രൂപ്പിലേക്ക് ലയിക്കുകയും പറ്റിയാൽ കുറച്ചുപേർ BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നണി ബന്ധം താറുമാറാകും. ഇനി മുസ്ലിം ലീഗ് ഈ പരാജയത്തോടു കൂടി മുസ്ലിം ലീഗ് രണ്ടാമതൊരു രാഷ്ട്രീയ തീരുമാനം എടുത്തേക്കാം. അതിനുള്ള സാധ്യത കൂടി ഉണ്ട് ഇവിടെ. അപ്പം UDF എന്ന് പറയുന്ന മുന്നണിയിൽ ഇനിയിപ്പോൾ ജേക്കബ് ഗ്രൂപ്പ് ആകപ്പാടെ 1-2 പേരേ ഉള്ളൂ ജേക്കബ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടു. അതും അതോടുകൂടി അസ്തമിക്കുകയാണ്. അപ്പം UDF ഇത്തവണ അധികാരത്തിലേക്ക് എത്താത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെയും UDF എന്ന് പറയുന്ന ഒരു മുന്നണിയുടെയും അധപ്പതനത്തിലേക്ക് വിരൽ ചൂണ്ട ഒന്നായി മാറുകയും ചെയ്യും. എന്നാൽ നേരെ തിരിച്ച് ഇത്തവണ തുടർഭരണം ഉണ്ടാകുന്നില്ല, UDF അധികാരത്തിലേക്ക് വരുന്നു എന്ന് കരുതുക. അങ്ങനെ UDF അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് LDFനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഇത് LDFൻ്റെ ഒരു വലിയ വീഴ്ചയായി അവർ മനസ്സിലാക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഏറ്റവും സമരപരിപാടികൾ ഇവിടെ കാര്യക്ഷമമായി നടക്കാൻ പോകുന്ന ഒരു 5 വർഷമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ വലിയ ഹർത്താൽ നടത്താതെയും ബന്ദ് നടത്താതെയും വർഷങ്ങളെന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഇവിടെ ഈ കൃത്യമായ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ നേരിടേണ്ട ഗതികേടിലേക്ക് UDF മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ LDFനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായി മാറും. കാരണം പല വമ്പന്മാരെന്താ ഇപ്പുറത്ത് നിൽപ്പുണ്ട്. UDFനെ അരച്ച് കലക്കി കുടിക്കാൻ കഴിയുന്ന അത്ര ശക്തിമത്തായ ഒരു പറ്റം നേതാക്കളായിരിക്കും ഈ പറയുന്ന പ്രതിപക്ഷത്തുണ്ടാവുക. ഇതോടുകൂടി UDF അത്തവണ അങ്ങ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം സംഘടനാബലം അല്ലെങ്കിൽ സംഘടനാപരമായി കുറച്ചുകൂടെ ബലം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു കുറച്ചുകൂടി ശക്തി ആർജിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പോകുന്ന 5 വർഷത്തെ LDF ഉപയോഗിക്കുമെന്നുള്ള കാര്യം തീർച്ചയല്ലേ. അത് DYFI മുഖാന്തരവും SFI മുഖാന്തരവും AIYF മുഖാന്തരവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ രീതിയിൽ കുറച്ചുകൂടെ ശക്തമായ മുന്നേറ്റത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പിന്നെ LDFന് കഴിയും. എന്നാൽ UDF തകർന്നില്ലാതാകുകയും ചെയ്യും. ഇപ്പം നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ തുടർഭരണം തന്നെയാണ്. ഇപ്പോൾ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു 71 മുതൽ 75 വരെ ആണെങ്കിൽ ശരിക്കും അതിന് മുകളിലേക്ക് ഒരു 78 സീറ്റ് എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് നിലവിൽ കാണുന്നത്. പലയിടങ്ങളിലും നിർത്തിയിരിക്കുന്ന UDF നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ അത്രത്തോളം പ്രബലന്മാരാണെന്നോ ജനങ്ങളുമായി അടുത്തിടപഴകുന്നവരാണെന്നോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ശക്തിമത്തായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അവരെ അനുകൂലിച്ച് നിൽക്കുന്നവരാണെന്നോ യാതൊരു അർത്ഥവുമില്ല. എന്തുതന്നെയാണെങ്കിലും ഇത്തവണ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് തന്നെയായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോവുക. ഒരു തുടർഭരണത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും കേരളത്തിൽ ഒരുങ്ങിയിട്ടുണ്ട്. കാരണം മറ്റൊരു കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കടിപിടി, സീറ്റ് നിർണയ സമയത്തുണ്ടായ കടിപിടി, അതോടൊപ്പം മന്ത്രിമാരെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. സീറ്റ് വിഭജനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായ ഒരു വലിയ വിള്ളലും ജനങ്ങൾക്കിടയിൽ ഒരു ബോധം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ പോലും മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയുള്ളവരെ എങ്ങനെ വിശ്വസിക്കും എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം ഇന്ന് പൊതുജനത്തിൻ്റെ മുന്നിലുണ്ട്. ഇങ്ങനെ സീറ്റിന് വേണ്ടി കടിപിടി കൂടുന്നവർ നാളെ ഭരണകാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധാലുക്കളാകും എന്നൊരു സാഹചര്യം കൂടി അവർ ഉയർത്തുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ കേരളത്തിലെങ്ങും പ്രവർത്തിച്ചിട്ടില്ല. അതോടൊപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം കേരളത്തിൽ നടന്നിട്ടില്ല എന്നും ഇൻ്റലിജൻസ് കണ്ടെത്തുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളിലെ ഒരു വലിയ വിഭാഗം LDF, അതായത് LDFലേക്ക് ലഭിക്കേണ്ട ന്യൂനപക്ഷ വോട്ടുകളെല്ലാം വളരെ കൃത്യമായി തന്നെ LDFലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇത് ഭിന്നിപ്പിക്കാൻ വേണ്ടി UDF നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം അവിടെ വെറുതെ ആയി എന്നുള്ള ഒരു റിപ്പോർട്ടും ഈ പറയുന്ന ഇൻ്റലിജൻസ് ഉയർത്തുന്നുണ്ട്. സോ എന്തുതന്നെയാണെങ്കിലും കേരളത്തിൽ ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യതകളാണ് ഇൻ്റലിജൻസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.